ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നതൊരു സ്നാക്ക് റെസിപ്പിയാണ്. കുറച്ച് ദോശമാവ് ഉണ്ടെങ്കിൽ ഏത് സമയത്തും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും അരച്ച് വെച്ച മാവിൽ നിന്ന് 1 കപ്പ് മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് നല്ലത്. നമ്മൾ ദോശമാവ് അരച്ച് പുളിക്കാൻ വെച്ച ശേഷം പിറ്റേന്ന് കുറച്ചൊരു തിക്കായിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത്. നമ്മൾ വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുമ്പുള്ള ആ ഒരു പരുവത്തിലുള്ള മാവ്, ആ ഒരു മാവാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഈ ഒരു ദോശമാവിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിന് മൈദയും 1 ടേബിൾ സ്പൂൺ അളവിന് അരിപ്പൊടിയുമാണ്. അരിപ്പൊടി നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മൾ ഉഴുന്ന് വടയൊക്കെ തയ്യാറാക്കുമ്പോൾ ആ ഒരു മാവ് തയ്യാറാക്കുന്ന കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ദോശമാവിൽ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ മൈദ നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മാവിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടീസ്പൂൺ, വളരെ കുറച്ച് അളവിന് മതി. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു നുള്ള് ജീരകം. ഇത്രയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് സോഡ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ ഒരു സ്നാക്ക് പുറം ഭാഗം ക്രിസ്പി ആയിട്ടും അകം സോഫ്റ്റ് ആയിട്ടുമാണ് നമുക്ക് കിട്ടുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഓപ്ഷണലാണ്. ശേഷം സ്റ്റവിൽ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് അല്പാൽപ്പമായിട്ട് എടുത്ത് ചേർത്ത് കൊടുക്കാം. താഴത്തെ ഭാഗത്തെ നിറമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ സ്നാക്ക് ഒന്ന് ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുവാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ അകം ഭാഗം സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശമാവ് കൊണ്ടുള്ള ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.